ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം രാവണ കാർത്തവീര്യ യുദ്ധം എന്ന ഭാഗം നമുക്ക് നോക്കാനുള്ളത്. രാക്ഷസ രാജാവായ രാവണൻ കാർത്തവീര്യാർജുനനെ യുദ്ധം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കാർത്തവീര്യൻ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളാരും ഭയപ്പെടാതെ കുളിച്ചു കയറിക്കോളെ, ഞാനൊരു പ്രയാസമില്ലാതെ അരനിമിഷത്തിനകം ഇങ്ങ് വരാം എന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇനി രാവണ കാർത്തവീര്യ യുദ്ധം എന്ന ഭാഗം നോക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഗദയും എടുത്ത് കോപത്തോടെ പാഞ്ഞെത്തിയ കാർത്തവീര്യന്റെ നേരെ പ്രഹസ്തൻ മുസലം പ്രയോഗിച്ചു. മുസലം തട്ടിമാറ്റിയിട്ട് രാജാവ് ഗദ കൊണ്ട് പ്രഹസ്തനെ ശക്തിയായി അടിച്ചു. അടിയേറ്റ് പ്രഹസ്തൻ ബോധം കെട്ടു വീണു. അത് കണ്ട് വർദ്ധിച്ച പേടിയോടെ ധൂമ്രാക്ഷൻ തുടങ്ങിയവർ ഓടിപ്പോയി. അത് കണ്ട രാവണൻ കോപത്തോടെ വന്ന് കാർത്തവീര്യനുമായി ഭയങ്കര യുദ്ധം തുടങ്ങി. ശ്രീ പരമേശ്വരനും കാലനും തമ്മിൽ പണ്ട് നടന്ന ഭയങ്കര യുദ്ധം പോലെയായിരുന്നു ആ സമരം. രാവണൻ പടച്ചട്ട തകർന്ന് നിലത്തു വീണു. ആ സമയം കാർത്തവീര്യാർജുനൻ ഗദ കൊണ്ട് രാവണനെ ആഞ്ഞടിച്ചു. അടിയേറ്റ രാവണൻ വേദനയോടെ വിൽപ്പാടകലെ തെറിച്ചു വീണു. ബോധം കെട്ട് കിടന്ന രാവണനെ കാർത്തവീര്യൻ ധൈര്യപൂർവം കാലും കൈകളും കയറുകൊണ്ട് കെട്ടി പ്രത്യരെ കൊണ്ട് നീചനായ രാവണനെ എടുപ്പിച്ച് ചന്ദ്രഹാസവും കൈക്കലാക്കി രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അനന്തരം ക്രൂരനായ രാവണനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവിൻ എന്ന് കൽപ്പന കൊടുത്തു. സന്തുഷ്ടരായ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് രാക്ഷസരെല്ലാം മടങ്ങിപ്പോയി. നമ്മുടെ നാഥനായ രാവണനെ മോചിപ്പിക്കാൻ എന്താണ് മാർഗം എന്നവർ ദുഃഖത്തോടെ പരസ്പരം ആലോചിച്ചു. അപ്പോൾ മാരീചൻ പറഞ്ഞു, നമുക്ക് പുലസ്ത്യ മഹർഷിയുടെ സമീപം ചെന്ന് എല്ലാം പറയാം, അദ്ദേഹം നമ്മെ രക്ഷിക്കും. ഇങ്ങനെ തീരുമാനിച്ചവർ പുലസ്ത്യ മഹർഷിയെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ദുഃഖിതനായ മഹർഷി പൗത്രനോടുള്ള വാത്സല്യ നിമിത്തം മാഷിമതിയിലെത്തി. കാർത്തവീര്യൻ അർഘ്യം, പാദ്യം, ആസനം മുതലായവ നൽകി പുലസ്ത്യനെ ആദരപൂർവ്വം സ്വീകരിച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഇവിടെ എഴുന്നള്ളിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി രാവണമോചനം. കാർത്തവീര്യൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പുലസ്ത്യൻ പറഞ്ഞു, ചന്ദ്രവംശത്തിൽ ജനിച്ചവർക്ക് ഇത് ചോദിച്ചത് തന്നെ. കുറവില്ലാത്ത വീര്യബലാദികളോടുകൂടി ദീർഘകാലം നീ സുഖമായി വാഴുക. സമുദ്രത്തെയും പർവ്വതത്തെയും ആജ്ഞാശക്തി കൊണ്ട് സ്വന്തം പരിധിയിൽ നിർത്താൻ കഴിവുള്ള രാവണനെ ഒറ്റ ചവിട്ടുകൊണ്ട് നീ കീഴടക്കിയത് അത്യത്ഭുതകരം തന്നെ. നീ എൻ്റെ ഭക്തനും ഇഷ്ടനുമാണ്. അതിനാൽ എൻ്റെ പൗത്രനായ ദശമുഖനെ എന്നോടൊപ്പം അയക്കണം. കാർത്തവീര്യൻ ഉടനെ എഴുന്നേറ്റ് ചെന്ന് രാവണനെ മോചിപ്പിച്ചു. അനന്തരം അഭ്യംഗ സ്നാനം കഴിപ്പിച്ച് ഭക്ഷണം നൽകി വസ്ത്രം, ആഭരണം, കുറിക്കൂട്ട് മുതലായവ കൊണ്ട് അണിയിച്ചൊരുക്കി ക്ഷീണമെല്ലാം തീർത്ത രാവണനെ മുനിയോടൊപ്പം യാത്രയാക്കി. ലജ്ജ കൊണ്ട് 10 മുഖങ്ങളും കുനിച്ച രാവണൻ കാർത്തവീര്യനോട് യാത്ര പറഞ്ഞു. മുത്തച്ഛനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മത്തനായ രാവണൻ യാത്രയായി. അർജുന രാജാവിനെ ആശീർവദിച്ചിട്ട് സന്തോഷത്തോടെ പുലസ്ത്യൻ മടങ്ങി. രാവണന്റെ അനുചരന്മാരെല്ലാം രാവണന്റെ സമീപമെത്തി തൊഴുതു വന്നു. അപ്പോൾ ചന്ദ്രഹാസവും പുഷ്പകവിമാനവും കാർത്തവീര്യാർജുനൻ രാവണന് തിരികെ കൊടുത്തു. ദുഃഖമെല്ലാം ശമിച്ച രാവണൻ അണമുറിച്ചു വിട്ട മഹാനദി ശക്തിയോടെ മുന്നോട്ടൊഴുകുന്നത് പോലെ പിതാമഹനോടൊപ്പം വേഗം പുറപ്പെട്ടു. അപ്പോൾ കിഷ്കിന്ധ നഗരം കണ്ട രാവണൻ ഉഗ്രനായ ബാലിയെ ജയിക്കണം എന്ന വിചാരത്തോടെ ചെന്ന് പോരിന് വിളിച്ചു. അപ്പോൾ താരൻ എന്ന വാനരവീരൻ ശൂരനായ രാവണനോട് പറഞ്ഞു, ഇപ്പോൾ വാനരരാജാവായ ബാലി ഇവിടെ ഇല്ല, കുറച്ചു നേരം ക്ഷമിക്കൂ. അദ്ദേഹം 4 കടലിലും സ്നാനം ചെയ്ത് സന്ധ്യാവന്ദനം നടത്തിയതിനു ശേഷം പെട്ടെന്ന് മടങ്ങിയെത്തും. അരയാമം, അതായത് 3.25 നാഴിക മാത്രം കാത്തിരുന്നാൽ മതി. സമരം ചെയ്യാൻ വന്ന രാക്ഷസ രാജാവെ, പണ്ട് പലരും അഹങ്കാരത്തോടെ ഇന്ദ്രപുത്രനായ ബാലിയോട് യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അവരെല്ലാം കൊല്ലപ്പെട്ടു. അവരുടെ അസ്ഥികളെല്ലാം ഒന്നുപോലെ കിടക്കുന്നത് നോക്കൂ. നീ അമൃതപാനം ചെയ്തിട്ടുണ്ടെങ്കിലും ബാലിയോടേറ്റാൽ മരിക്കും തീർച്ച. മരണമെടുത്തതിനാൽ കാത്തു നിൽക്കാൻ സമയമില്ലെങ്കിൽ വേഗം ദക്ഷിണ സമുദ്ര തീരത്തേക്ക് ചെല്ലൂ. ഈ സമയത്ത് വാനര രാജാവ് അവിടെ ഉണ്ടാകും. അവിടെ ചെന്ന് യുദ്ധം നടത്തി നീ മരിച്ചുകൊള്ളുക. ഇനി രാവണബന്ധനം. താരൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാവണൻ സൈന്യസമേതം തെക്കേ സമുദ്ര തീരത്തെത്തി. അവിടെ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വാനരശ്രേഷ്ഠനായ ബാലിയെ കണ്ട് അവൻ തന്നെ കണ്ടില്ലെന്ന് കരുതി രാവണൻ പിന്നിൽ കൂടി ചെന്ന് ബാലിയെ പിടികൂടി. എന്നെ പിടിക്കാനാണ് ഇവൻ പിൻഭാഗത്തുകൂടി വരുന്നത് എന്ന് വാനരശ്രേഷ്ഠൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പതുക്കെ തന്നെ പിടിച്ച രാവണനെ ബാലി വാലുകൊണ്ട് പെട്ടെന്ന് മുറുക്കിക്കെട്ടി.
വാലിൽ തൂങ്ങിക്കിടന്ന രാവണനെയും കൊണ്ട് ഇന്ദ്രപുത്രനായ ബാലി പടിഞ്ഞാറേ കടൽ തീരത്തേക്ക് ചാടി അവിടെ തർപ്പണം നടത്തിയതിനു ശേഷം വടക്കും കിഴക്കുമുള്ള കടൽക്കരയിലേക്കും ചാടി. കുളിച്ച് തർപ്പണവും നടത്തി പിന്നീട് കിഷ്കിന്ധയിലെത്തി ഭക്ഷണവും കഴിച്ച് സന്തുഷ്ടനായിരിക്കുമ്പോൾ ഇന്ദ്രപുത്രനായ ബാലി പുഞ്ചിരിയോടെ രാവണനോട് ആദരപൂർവ്വം ചോദിച്ചു, നീ ആരാണ്? ഇവിടെ അകപ്പെട്ടതെങ്ങനെ? നിനക്ക് ബന്ധുക്കളായി ആരുമില്ലേ? രാവണൻ പറഞ്ഞു, ഞാൻ പൗലസ്ത്യനായ രാവണനാണ്. എൻ്റെ കർമ്മദോഷത്താൽ ഇവിടെ അകപ്പെട്ടു. പ്രശസ്തനായ അങ്ങയോട് എനിക്ക് സഖ്യം ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. ഈ കിഷ്കിന്ധയും എൻ്റെ ലങ്കാനഗരവും ഇന്നു മുതൽ നമുക്ക് ഇരുവർക്കും ഉള്ളതാണ്. രാവണൻ്റെ അഭ്യർത്ഥന പ്രകാരം അഗ്നിസാക്ഷിയായി ഇരുവരും തമ്മിൽ സഖ്യം ചെയ്തു. രാവണൻ 1 മാസം രാക്ഷസ നായകരുമായി കിഷ്കിന്ധയിൽ താമസിച്ചു. അതിനുശേഷം ലങ്കയിലേക്ക് യാത്രയായി. ഇത്രയെല്ലാം ശക്തനായ ബാലിയെ ഭൂമിയിൽ ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ശരം പ്രയോഗിച്ച് വധിച്ചതും ചിൽപുരുഷനും പുരുഷോത്തമനുമായ അങ്ങ് തന്നെയാണ്. നിർദ്ദയനായ രാവണൻ രാജാക്കന്മാരെ എല്ലാം ജയിച്ച് കീർത്തിയോടുകൂടി ലങ്കയിൽ വധിച്ചു. പൗരജനങ്ങൾക്കെല്ലാം സൗഖ്യവും ഉണ്ടായി. ഇനി നാരദ രാവണ സംഭാഷണം എന്ന ഭാഗം. അക്കാലത്ത് ഒരു ദിവസം മഹർഷിശ്രേഷ്ഠനായ നാരദൻ ലങ്കയിലെത്തി. രാവണൻ നാരദനെ സ്വീകരിച്ചിരുത്തി. രാക്ഷസരാജാവിനോട് നാരദൻ പറഞ്ഞു, ചന്ദ്രശേഖരനായ ശിവന്റെ ഭക്തനായി നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നാണ് അതിന് യോഗമുണ്ടായത്. ഇന്ന് ഞാൻ വളരെയധികം സന്തുഷ്ടനായി. ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു കാര്യം പറയാം, കേൾക്കൂ. പ്രശസ്തരായ വീരന്മാരിൽ മുമ്പനായ രാജാവേ, ഭൂമിയിലുള്ള പല മനുഷ്യരെയും നീ യുദ്ധത്തിൽ കൊന്നല്ലോ. അതുകൊണ്ട് എന്ത് കീർത്തിയാണ് നിനക്കുണ്ടായത്? മനുഷ്യരെല്ലാം കാലന് അധീനരാണ്. ദുഃഖം നിമിത്തവും മഹാരോഗം കൊണ്ടും പലരും കാലപുരിയിലെത്തുന്നു. ദുഃഖിതരായ മനുഷ്യരെ വധിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു കീർത്തിയും ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കുക. രാവണൻ, അവിടുന്ന് അരുളി ചെയ്ത് സത്യം തന്നെ. ഇങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞു തന്നതും നന്നായി. ഇനി ഞാൻ പാതാളത്തിലെത്തി സർപ്പരാജാദികളെ ജയിച്ചിട്ട് ദേവലോകത്ത് ചെന്ന് ഇന്ദ്രാദി ദേവന്മാരെയും ജയിക്കുന്നുണ്ട്. ഈ വാക്കുകൾ കേട്ട നാരദൻ പറഞ്ഞു, നിനക്ക് അതൊക്കെ കഴിയും. പാതാളത്തിലേക്ക് ഏതു വഴിക്ക് പോകും? കാലപുരിയുടെ സമീപത്തു കൂടിയാണ് പാതാളത്തിലേക്കുള്ള വഴി. അതുവഴി പോകാൻ കാലൻ അനുവദിക്കുകയില്ല. അതിനാൽ പാതാളത്തിലേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കണം. നാരദൻ പറഞ്ഞു കേട്ട് രാവണൻ അഹങ്കാരത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാമുനെ, അങ്ങയുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. വെറും മൂഢന്മാർക്ക് എന്തറിയാൻ കഴിയും? താൻ മൂഢനല്ല എന്ന് സൂചന. കാലനെ കൂടി ജയിക്കണമെന്നത് എൻ്റെ ആഗ്രഹമാണ്. ഇപ്രകാരം പറഞ്ഞ് രാവണനോട് യാത്ര പറഞ്ഞ് നാരദൻ മടങ്ങി. ഇനി ഒരു യുദ്ധകോലാഹലം കാണാം എന്ന് സന്തോഷിച്ചുകൊണ്ടായിരുന്നു നാരദ മഹർഷി പോയത്. ഇനി നാരദകാല സംഭാഷണം എന്ന ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.